ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് അയ്യപ്പനോട് പറയുന്നുണ്ട്, എനിക്ക് ഗീതിനോടുള്ളത് കടപ്പാടാണ്. എൻ്റെ അമ്മേനെ അവൾ ഒറ്റക്കൊടുത്തില്ലല്ലോ, അതിനോടുള്ള കടപ്പാടും സ്നേഹമാണ് എനിക്ക് അവളോടുള്ളത്. അല്ലാതെ അയ്യപ്പേട്ടൻ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്നേഹമൊന്നും എനിക്ക് അവളോടിപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ, സത്യം പറ കുഞ്ഞ്, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കുഞ്ഞിന് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ദേ അയ്യപ്പേട്ട, അവൾ എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടൻ പറയണ്ട്, ആഹാ, ഇപ്പോൾ ഗീതു നല്ലൊരു ഫ്രണ്ടായല്ലേ, കൊള്ളാം, ഇനി പതുക്കെ പതുക്കെ ഫ്രണ്ട് ഭാര്യ ആയിക്കോളും എന്ന് പറയുമ്പോൾ, ഈ അയ്യപ്പേട്ടൻ്റെ ഒരു കാര്യം എന്ന് ഗോവിന്ദ് പറയുമ്പോൾ, എൻ്റെ ഗണപതി കുഞ്ഞെ, എൻ്റെ ഗോവിന്ദൻ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഗീതു കുഞ്ഞും ഒന്നാക്കി തരണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് നെയ്യപ്പം തീറ്റിക്കാവേ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പൻ പ്രാർത്ഥിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗീതു രാവിലെ തന്നെ വിജയലക്ഷ്മിനെ കാണാൻ വേണ്ടി വരുവാണ്. വിജയലക്ഷ്മി ആ സമയത്ത് അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഗീതു ഓടിപ്പോയിട്ടൊരു കെട്ടിപ്പിടിക്കുക കേട്ടോ. ആഹാ, നീ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നോ, നിൻ്റെ കാലൊക്കെ ശരിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, കാല് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആർത്ത് പറയാണ്ട് വന്നതാ, ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗോവിന്ദൻ കണ്ണേട്ടൻ പറയാ, ഞാൻ കാറിൽ കൊണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു, കാറിൽ കൊണ്ടാക്കണ്ട, ഞാൻ സ്കൂട്ടിക്ക് പോകുന്നു. അപ്പോൾ സമ്മതിച്ചില്ല. കണ്ണേട്ടൻ കുളിക്കാൻ കയറിയപ്പോഴേക്കും ഞാൻ സ്കൂട്ടിയായിട്ട് ഇങ്ങോട്ട് പോന്നു. ആഹാ, അപ്പോൾ നിന്നെ കണ്ടില്ലെങ്കിൽ അയ്യോ ദേ കണ്ണേട്ടൻ വിളിക്കുന്നു എന്ന് നമ്മുടെ ഗീതു പറയും. നീ ഫോൺ എടുക്കുക. അയ്യോ, ഞാൻ എടുക്കില്ല, എന്നെ വഴക്ക് പറയാനായിരിക്കും. പറയാണ്ട് ഞാൻ സ്കൂട്ടിയായിട്ട് വന്ന കാര്യം ആ സ്ത്രീ ആ താടക പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ആ രാധികാമ്മ. ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്കിട്ട് വഴക്ക് കിട്ടും. ഇല്ലെന്നേ, അവൻ വഴക്ക് പറയാനല്ല, നിന്നെ സ്നേഹിക്കാനാണ് വിളിക്കണത്, ഞാനല്ലേ പറയണത്, നീ ഫോൺ എടുക്കുമെന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അയ്യോ എനിക്ക് പേടിയാണെന്ന് പറയുമ്പോഴേക്കും, ദേ നോക്ക്, ഞാൻ നിനക്ക് ഉറപ്പ് തരാം, അല്ലെങ്കിൽ നമുക്ക് ബെറ്റ് വെക്കാം, നീ പറയണത് എന്തു ഞാൻ ചെയ്യാം. അവൻ വഴക്കാണ് പറയണമെങ്കിൽ, പക്ഷെ അവൻ സ്നേഹത്തോടെ സംസാരിക്കണമെങ്കിൽ ഞാൻ പറയണത് നീ ചെയ്യണം. ആ സമയത്ത് ഗീതയുടെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നുവാണ്, ആഹാ, ഇത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടന് വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയണം എന്ന് പറയുമ്പോൾ, എല്ലാ കാര്യം എന്നിട്ട് പറയാം, പക്ഷെ അവൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ മാത്രം സ്നേഹത്തോടെ സംസാരിക്കണമെങ്കിൽ ഞാൻ ബെറ്റി ജയിച്ചു എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ ഫോൺ എടുക്കുകയാണ്. ഗോവിന്ദ് ഫോൺ എടുക്കുമ്പോൾ തന്നെ, ഹലോ ഗീതു, നീ ഇപ്പം എവിടെയാണ്? ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ നിന്നെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഗീതു ശരിക്കും ഞെട്ടിപ്പോവാട്ടോ. ഈശ്വര, കണ്ണേട്ടൻ ദേഷ്യപ്പെടുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? വിജയലക്ഷ്മിയുടെ മനസ്സിലെ സത്യങ്ങളൊന്നും അറിയാനും പറ്റില്ല, അതുകൊണ്ട് പ്രലോഭിപ്പിക്കാം എന്ന് ഗീതു വിചാരിക്കുകയാണ്. അതെ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുത്ത് പോകും, അതൊക്കെ ഞാൻ നിങ്ങളോട് പറയണോ എന്ന് ഗീതു ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു ഗീതു, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ, നീ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ ഭാര്യ എവിടെയെങ്കിലും പോകുമ്പോൾ ഭർത്താവിനോട് പറയണോ, ഭർത്താവ് പോകുമ്പോൾ ഭാര്യയോട് പറയാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതു വല്ലാതെ ദേഷ്യപ്പെടുക കേട്ടോ. ഗോവിന്ദ് പറയുന്നുണ്ട്, ഓക്കെ, നീ എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നീ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ്, പക്ഷെ നിന്നെ കണ്ടിട്ട് ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാൻ വേണമെങ്കിൽ എന്ന് ഗോവിന്ദ് വളരെ മാന്യമായിട്ട് സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ഗീതു ആകെ പെട്ടുപോവാട്ടോ. അത് ലൗഡ് സ്പീക്കറിലിട്ടിട്ടാട്ടോ ഗീതു ഇതൊക്കെ കേൾക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഗീതു എന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതുയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുവാട്ടോ. എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ളതാ. ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ നിനക്ക് ലൊക്കേഷൻ അയച്ചിട്ട് നീ അങ്ങോട്ടേക്ക് വരാമോ? ശരി കണ്ണേട്ടാ, ഞാൻ വരാം എന്നൊക്കെ ഗീതു പറയുകയാണ്. ഫോം വെച്ച് കഴിയുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ആട്ടെ, ബെറ്റിൽ ആര് ജയിച്ചു? ഞാൻ ജയിച്ചു എന്ന് പറയാണ്. അതെ, ജയിച്ചു. ഞാൻ കണ്ണേട്ടനെ മാക്സിമം ദേഷ്യപ്പെടുത്താൻ നോക്കിയതാണ്, പക്ഷേ കണ്ണേട്ടൻ എൻ്റെ സ്നേഹത്തോട് തന്നെയാണ് പെരുമാറുന്നത്. അത് തന്നെയാണ് ഞാൻ പൊട്ടത്തി ഞാൻ പറഞ്ഞത്. അവന് നിന്നോട് സ്നേഹമാണ്. അതെന്താണെന്നറിയാവോ? നീ രാധികേനെ പോലീസുകാരുടെ മുമ്പിൽ ഒറ്റക്കൊടുത്തില്ല. ആ ഒരു സ്നേഹവും കടപ്പാടും നിന്നോട് അവനുണ്ട്. ഇത് നീ നന്നായിട്ട് മുതലെടുക്കണം. പിന്നെ നിന്നെ ഇപ്പം അവൻ കാണണമെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്നറിയാവോ? ഇല്ല എന്ന് ഗീതു പറയുമ്പോൾ, അത് വേറൊന്നിനുമല്ല, നിന്നോട് പ്രണയമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണോ എന്ന് ഗീതു ചോദിക്കുമ്പോൾ, അതേടി, നിന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ നിന്നെ വിളിക്കരുത്. അവൻ നോക്കിക്കോ, നിന്നെ കണ്ടുകഴിയുമ്പോൾ നിൻ്റെ കണ്ണേ നോക്കി പറയും, ഐ ലവ് യു ഗീതു എന്ന്. ആ സമയത്ത് നീ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ പോയിട്ട് വരാം എന്ന് നാണത്തോടു കൂടി ഗീതു പറയുക കേട്ടോ. അങ്ങനെ ഗീതുക്ക് വല്ലാത്ത നാണവും വല്ലാത്ത സന്തോഷമൊക്കെ ആവാണ്. സ്കൂട്ടി എടുത്ത് ഗോവിന്ദനെ കാണാൻ പോണ മുമ്പ് ഗീതു കണ്ണാടിയിലേക്ക് ഗീതുയുടെ മുഖം നോക്കുവാണ്. അതിനുശേഷം നാണത്തോടു കൂടി തന്നെ ഗീതു മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഗോവിന്ദ് ഗീതുവിൻ്റെ മുഖത്ത് നോക്കി ഐ ലവ് യു ഗീതു എന്ന് പറയണത് ഗീതു മനസ്സിലിങ്ങനെ ആലോചിക്കുക കേട്ടോ. ആ സമയത്ത് ഗീതു തിരിച്ച് മറുപടി എന്ത് പറയും എന്ന് ആലോചിക്കുമ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ, ഞാനും പറയും തിരിച്ച് ഐ റിയലി ലവ് യു കണ്ണേട്ട എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഒരു പാട്ടാണ്. പാട്ടിൻ്റെ മ്യൂസിക്കോട് കൂടി ഗീതു ഗോവിന്ദനെ പ്രണയിക്കുന്നു എന്ന് നമ്മളെ കാണിച്ചിരുന്ന ഒരു മ്യൂസിക്കായിട്ടോ
അങ്ങനെ വിജയലക്ഷ്മി വിചാരിച്ച പോലെ അല്ലെങ്കിൽ വിജയലക്ഷ്മി പറഞ്ഞ പോലെ ഗോവിന്ദ് ഗീതുവിനോട് ഐ ലവ് യു പറയോ ഇല്ലയോ എന്ന് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.